ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ 13ാമത്തെ ചാപ്റ്ററായ സ്റ്റാറ്റിസ്റ്റിക്സ് അഥവാ സ്ഥിതിവിവര കണക്കിലെ 5ാമത്തെ ഭാഗമാണ്. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ക്ലാസ്സസ് ആൻഡ് മീഡിയ 2ാമത്തെ സെക്ഷനായിട്ട് വരും. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മധ്യമം കണ്ടുപിടിച്ചപ്പോൾ അതിനകത്ത് ടോട്ടൽ ഓഡ് വന്നിരുന്നു അല്ലേ, ഒറ്റ സംഖ്യയായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്തത്. ഒരു എക്സാമ്പിളും ചെയ്തു. അതിൻ്റെ കൂടെ പേജ് നമ്പർ 287 ഒന്നാമത്തെ ചോദ്യം ചെയ്തു. ഇവിടെ നമുക്ക് ടോട്ടൽ വർക്കേഴ്സ് ഈവൻ അഥവാ ഇരട്ട സംഖ്യയായിട്ട് വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത്. ഈ എക്സാമ്പിളും പിന്നെ നമ്മൾ 287 രണ്ടാമത്തെ ചോദ്യം ചെയ്യും. അപ്പോൾ ഇവിടെ ഏജും നമ്പർ ഓഫ് വർക്കേഴ്സും ആണ് തന്നിരിക്കുന്നത്. അതായത് പ്രായവും ജോലിക്കാരുടെ എണ്ണം, തൊഴിലാളികളുടെ എണ്ണവുമാണ് തന്നിരിക്കുന്നത്. 25 മുതൽ 30 വരെ പ്രായം ഉള്ള 4 ജോലിക്കാരുണ്ട്. 30 മുതൽ 35 വരെ 7 പേര്, 35 തൊട്ട് 40 വരെ 8 പേര്, 40 തൊട്ട് 45 വരെ 10 പേര്, 45 തൊട്ട് 50 വരെ 9 പേര്, 50 തൊട്ട് 55 വരെ 8 പേര്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെയൊക്കെ തന്നെയാണ്. ഇവിടെ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ, എല്ലാം കൂടെ കൂട്ടുമ്പോൾ ഇരട്ട സംഖ്യയാണ് കിട്ടുന്നത്. അവിടെയും നമ്മൾ എങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതേ മെത്തേഡ് തന്നെയാണ്. പിന്നെ ഇവിടെ നമ്മൾ ഉത്തരത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? 30-ൽ താഴെ അല്ലെ, ലെസ് ദാൻ 30 എത്ര പേരാണ്? 4 വർക്കേഴ്സ്. അടുത്തത് 35-ൽ കുറവ് എത്ര പേര്? 35-ൽ കുറവ് എന്ന് പറയുമ്പോൾ 30-ൽ കുറവ് അതിൻ്റെ കൂടെ വരും. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 11. പിന്നെ 40-ൽ കുറവ്. അപ്പം ഇവിടെ ലെസ് ദാൻ 30, ലെസ് ദാൻ 35, ലെസ് ദാൻ 40 അങ്ങനെ എഴുതിയാൽ മതി. ഇപ്പോൾ ടോട്ടൽ 46 തന്നെ നമുക്ക് കിട്ടി. അപ്പം n എന്താണ്? n = 46. അത് ഈവൻ ആണ്, ഇരട്ട സംഖ്യയാണ്. ഇരട്ട സംഖ്യ വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അതിൻ്റെ പകുതിയും എടുക്കും, അതിൻ്റെ തൊട്ടടുത്ത നമ്പരും അല്ലേ. ഇപ്പോൾ ഇതിൻ്റെ പകുതി 46-ന്റെ പകുതി എന്ന് പറയുമ്പോൾ എത്ര വന്നു? 23 വന്നു. അപ്പോൾ 23rd പൊസിഷനും എടുക്കണം. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത ഏതാ? 24th പൊസിഷനും നമുക്ക് എടുക്കണം. അപ്പോൾ 23rd-ഉം 24th-ഉം വർക്കേഴ്സ് എവിടെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കണം. നമുക്ക് അറിയാവുന്ന എന്താണ്? 30-ൽ കുറവ് 4 വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ 1 മുതൽ 4 വരെയുള്ള ആളുകളാണ്. ഇവിടെ 11 വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ 5ാമത്തെ ആള് തൊട്ട് 11ാമത്തെ ആള് വരെ. ഇവിടെയോ 12ാമത്തെ ആള് മുതൽ 19ാമത്തെ ആള് വരെ. ഇവിടെ 19 വരെ വന്നു. പിന്നെ ഇവിടെ 6 തൊട്ട് വരുന്ന 20 തൊട്ട് 29 വരെയുള്ള ആളുകളാണ് ഇവിടെ വരുന്നത്. അപ്പൊ അതിനകത്തല്ലേ 23ാമത്തെ ആളും 24ാമത്തെ ആളും കിടക്കുന്നത്. അപ്പൊ ഈ ഒരു ക്ലാസ്, അതായത് ഈ ഒരു ക്ലാസ് അല്ലേ നമ്മൾ എടുക്കേണ്ടത്. 45-ൽ കുറവ് എന്ന് പറയുമ്പോൾ ഈ ഒരു ക്ലാസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി ഇതിനകത്ത് എത്ര പേരുണ്ട്? 10 വർക്കേഴ്സ് ആണുള്ളത്. അപ്പോൾ 10 ഈക്വൽ ഡിവിഷൻസ് ആക്കി നമുക്ക് ആക്കണമല്ലോ. ഇനി ഈ 23ാമത്തെ ആളും 24ാമത്തെ ആളും സെയിം ക്ലാസ്സിൽ തന്നെയാണല്ലോ കിടക്കുന്നത്. ഇതിന് രണ്ടും 2 വ്യത്യസ്ത ക്ലാസ്സുകളിൽ വന്നാൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ അടുത്ത പ്രോബ്ലത്തിൽ ചെയ്യും. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 23ാമത്തെ ആളും 24ാമത്തെ ആളും സെയിം ഡിവിഷനിലാണ് കിടക്കുന്നത്. ഇനി 40 മുതൽ 45 വരെയുള്ള 10 ഈക്വൽ ഡിവിഷൻസ് ആക്കുമ്പോൾ എങ്ങനെ വരും? 40, 40.5, 41, 41.5, 42, 42.5, 43, 43.5, 44, 44.5, 45. 10 ഡിവിഷൻസ് ആയാലും 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 20ാമത്തെ തൊട്ട് 29 വരെയാണ് നമ്മളിങ്ങനെ ആക്കിയിരിക്കുന്നത്. അപ്പോൾ 20ാമത്തെ ആളിവിടെ, 21ാമത്തെ ആളുടെ ഇവിടെ, 22ാമത്തെ ആളുടെ ഇവിടെ, 23, 24. നമുക്ക് വേണ്ടത് 23rd-ഉം 24th-ഉം ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 23rd എന്ന് പറയുന്നത് ഇവിടെ വരും, 24th ഇത് വരും. ഇത് രണ്ടിൻ്റെയും കൂടെ നോക്കേണ്ടത്. അപ്പോൾ 23rd-ൻ്റെത് ഇതിൻ്റെ ആവറേജ് എത്ര വരും? 41.5-ൻ്റെയും 42-ൻ്റെയും ഇടയ്ക്കിരിക്കുന്നയാള്. അപ്പോൾ എത്രയാണ്? നമുക്ക് മീഡിയം കാണാനായിട്ട്
ഇവരുടെ രണ്ടുപേരുടെയും കൂടെ കൂട്ടിയിട്ട് പകുതി കാണണം. അപ്പൊ ഈ 23rd തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 41.5ന്റെയും 42ന്റെയും ഇടയ്ക്കിരിക്കുന്നത്, അതായത് 41.75 അല്ലെങ്കിൽ വയസ്സാണ് ഇവിടെ അല്ലെ. വയസ്സാകുമ്പോൾ നമുക്ക് ഇതിനെ 41.5 42 പറഞ്ഞാൽ അതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് എന്ന് പറയുമ്പോൾ 41.75 എന്ന് പറയാം അല്ലെ. ഇനി 42ന്റെയും 42.5 42യുടെയും ഇടയ്ക്ക് എന്ന് പറയുമ്പോൾ 42.25 എന്നും പറയാം. പ്ലസ് 42.25 എന്ന് പറയുമ്പോൾ 0.25/2. മനസ്സിലായോ? ഇതിനെ 41.25 അങ്ങനെ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? എവിടെ എഴുതാം? 41.25 എന്ന് പറയുമ്പോൾ 41/3/4 പ്ലസ് 42.25 എന്ന് പറയുമ്പോൾ 42 1/4/2 ഇങ്ങനെ എഴുതിയാലും മതി. ഏത് രീതിയിൽ എഴുതിയാലും പ്രശ്നമില്ല. ഇനി ഇത് തമ്മിൽ കൂട്ടിയിട്ട് പകുതി കാണുക. അപ്പൊ 41.75 42.25 കൂടെ കൂട്ടുമ്പോൾ 84 വരും. 84ന്റെ പകുതി എന്ന് പറയുന്നത് 42 വയസ്സ് അല്ലെ. അപ്പൊ ഉത്തരം 42 വയസ്സാണെന്ന് മധ്യമ പ്രായം കിട്ടി. ഇനി നമുക്ക് 287 രണ്ടാമത്തെ ചോദ്യം ചെയ്യാം. നമ്മുടെ ചോദ്യം ഇതാണ്. ഇവിടെ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ കണക്ക് പരീക്ഷയ്ക്ക് കിട്ടിയ മാർക്ക് അനുസരിച്ച് എണ്ണം തിരിച്ച പട്ടികയാണ് തന്നിരിക്കുന്നത്. മാർക്കും കുട്ടികളുടെ എണ്ണവും തന്നിട്ടുണ്ട്. അതായത് ഒരു മാത്സ് എക്സാമിന് ഒരു ക്ലാസ്സിലെ സ്റ്റുഡൻസിന്റെ മാർക്ക് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. 0 to 10 വരെ 4 സ്റ്റുഡൻസിന് കിട്ടി. 10 to 20 8 സ്റ്റുഡൻസ്, 20 to 30 10 സ്റ്റുഡൻസ്, 30 to 40 9 സ്റ്റുഡൻസ്, 40 to 50 5 സ്റ്റുഡൻസ്. അപ്പോൾ നമുക്ക് ഇവിടെയും കണ്ടുപിടിക്കേണ്ടത് മീഡിയൻ മാർക്കാണ് അല്ലെ, മധ്യമ മാർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? 10ൽ കുറവ് 4 സ്റ്റുഡൻസ്, അതായത് ലെസ് ദാൻ 10 എത്ര പേർക്കുണ്ട്? 4 പേർക്ക്. ലെസ് ദാൻ 20ൽ കുറവ്. 20 കുറവ് എന്ന് പറയുമ്പോൾ ഈ 4ഉം കൂടെ വരും. 8 4 12. അങ്ങനെ നമുക്ക് മുഴുവനും അറേഞ്ച് ചെയ്യാം. നമുക്ക് അറേഞ്ച് ചെയ്തപ്പോൾ 4 12 22 31 36 എന്ന് രണ്ടാമത്തെ കോളത്തിൽ വന്നു. അതായത് 36 എന്ന് പറയുന്നത് ഈവൻ ആണ്. n ഈക്വൽ ടു 36 ഈവൻ ആണ്, ഇരട്ടസംഖ്യയാണ്. ഇരട്ടസംഖ്യ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിന്റെ പകുതി 36ന്റെ പകുതി എന്ന് പറയുന്നത് 18 ആണ്. അപ്പൊ 18ാമത്തതും 19ാമത്തതും എടുക്കണം. എന്നിട്ട് അത് തമ്മിൽ കൂട്ടിയിട്ട് പകുതി കാണണം. അതാണ് മീഡിയൻ ക്ലാസ്. അപ്പൊ നമുക്ക് ഇവിടെ 18ഉം 19ഉം വരുന്നത് എവിടെയാണ്? ഇവിടെ 1 മുതൽ 4 വരെ, ഇവിടെ 5 തൊട്ട് 12 വരെ, ഇവിടെ 13 തൊട്ട് 22 വരെ. അപ്പൊ 13 തൊട്ട് 22 വരെ വരുന്ന ഈ ഒരു ക്ലാസ് ആണ് നമ്മൾ എടുക്കുന്നത്. അതിനകത്ത് ടോട്ടൽ 10 സ്റ്റുഡൻസ് ആണുള്ളത്. അപ്പൊ 20 മുതൽ 30 വരെയുള്ളതിന് 10 ഈക്വൽ ഡിവിഷൻസ് ആക്കി നമുക്ക് മുറിക്കണം. 10 ഈക്വൽ ഡിവിഷൻസ് എന്ന് പറയുമ്പം 20 21 22 23 അങ്ങനെ അറേഞ്ച് ചെയ്താൽ മതി. 30 വരെ 10 ഈക്വൽ ഡിവിഷൻസ് ആയി. 1 2 3 4 5 6 7 8 9 10. അതിൽ 13ാമത്തെ ആളാണ് ആദ്യത്തേത്. 13ാമത്തെ സ്റ്റുഡന്റ്, 14ാമത്തെ സ്റ്റുഡന്റ്, അങ്ങനെ 22 വരെ പോകും. നമുക്ക് വേണ്ടത് 18ാമത്തതും 19ാമത്തതുമാണ്. രണ്ടും സെയിം ക്ലാസ്സിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ 18ാമത്തെന്ന് പറയുന്നത് 25ന്റെയും 26ന്റെയും നടുക്കത്തെ വാല്യൂ, അതായത് 25.5. അപ്പൊ മീഡിയൻ മാർക്ക് കാണാനായിട്ട് നമുക്ക് 18ാമത്തെ ആളുടെ വാല്യൂ കാണണം. 18ാമത്തെ ആളുടെ എന്ന് പറയുന്നത് 25.5 ആണ്. പ്ലസ് 19ാമത്തെ ആൾ എന്ന് പറയുമ്പോൾ 26ന്റെയും 27ന്റെയും ഇടയ്ക്ക് നടുക്കത്തത് 26.5. ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് പകുതി കാണുക. രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര വന്നു? 52 വന്നു. 52ന്റെ പകുതി എന്ന് പറയുന്നത് 26. അപ്പൊ 26 മീഡിയൻ മാർക്ക് അഥവാ മധ്യമ മാർക്കായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു എക്സാമ്പിൾ നോക്കാം. അതായത് ഇവിടെ മാർക്കും നമ്പർ ഓഫ് സ്റ്റുഡൻസും ആണ് തന്നിരിക്കുന്നത്, ടോട്ടലും തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ 10ൽ കുറവ്, ലെസ് ദാൻ 10, 20ൽ കുറവ് അങ്ങനെ എഴുതുന്നില്ല. ടോട്ടൽ നമുക്ക് 40 ആണ്. 40 ഈവൻ ആണ്, നമുക്കറിയാം. n ഈക്വൽ ടു 40.
40 ഈവൻ ആണ്. അപ്പം n/2 അതായത് 40യുടെ പകുതി 20ഉം 21ാമത്തതും നമുക്ക് നോക്കണം. അപ്പോൾ 20th 21st എവിടെയാണ് കിടക്കുന്നതെന്ന് മാത്രം ഞാനൊന്ന് പറയാം. ഇവിടെ 4 വന്നു, ഇവിടെ 11, 20, 32 കണ്ടല്ലോ. അപ്പൊ 20 കിടക്കുന്നത് ഈ ഒരു ക്ലാസ്സിലും 21ാമത്തെ കിടക്കുന്നത് ഇവിടെയാണ്. കാരണം 21 തൊട്ട് 32 വരെയാണ് ഇവിടെ കിടക്കുന്നത് അല്ലെ. അപ്പോൾ 21 കിടക്കുന്നത് ഈ ഒരു ക്ലാസ്. അപ്പൊ ഈ 2 ക്ലാസ് വരുന്നത് 20 മുതൽ 30 വരെയുള്ള ക്ലാസ്സിലാണ് 20 കിടക്കുന്നത്. 30 വരെ 40 വരെയുള്ള ക്ലാസ്സിലാണ് 21ാമത്തെ കിടക്കുന്നത്. അപ്പൊ നമ്മൾ എടുക്കുന്ന എന്താന്ന് പറഞ്ഞാൽ ഇവിടെ ലാസ്റ്റത്തെ 30 ലാസ്റ്റത്തെ നമ്പറാണ് 20, ഇവിടുത്തെ ആദ്യത്തെ നമ്പറാണ് 21. ഇപ്പൊ രണ്ടിടത്തും 30 ആണല്ലോ. അപ്പൊ നമ്മൾ മീഡിയൻ ക്ലാസ്സായി മീഡിയൻ മാർക്കായിട്ട് എടുക്കുന്നത് 30 തന്നെയാണ്. ക്ലിയർ ആയ 30 മാർക്ക് തന്നെയാണ്. ഇവിടെ നേരത്തതുമായിട്ടുള്ള വ്യത്യാസം നോക്കുക. രണ്ടും ഈവൻ നമ്പറാണ്. ഈവൻ നമ്പറിന്റെ കേസിൽ ഇത് വരത്തുള്ളൂ. കാരണം ഈവൻ നമ്പറിന്റെ കേസിൽ 2 എണ്ണത്തിന്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ആ 2 എണ്ണം ഒരേ ക്ലാസ്സിലാണെങ്കിൽ നേരത്തെ ചെയ്ത പോലെ ചെയ്യുക. 2 എണ്ണം 2 ക്ലാസ്സിലാണ്. തൊട്ടടുത്തടുത്തേ വരത്തുള്ളല്ലോ. കാരണം അടുത്തടുത്തുള്ള നമ്പേഴ്സാണ്. അപ്പോൾ ഒരിടത്തെ അവസാനത്തതും മറ്റടുത്ത ആദ്യത്തതും ആയിരിക്കും. അപ്പോൾ ആ നമ്പർ തന്നെയാണ് മീഡിയനായിട്ട് എടുക്കേണ്ടത്. ഇനി നമുക്ക് പേജ് നമ്പർ 288 മൂന്നാമത്തെ ചോദ്യം ചെയ്യാം. ഇവിടെ ചോദ്യം ഇതാണ്. ഇൻകം ടാക്സും നമ്പർ ഓഫ് എംപ്ലോയീസും തന്നിട്ടുണ്ട്. അതായത് ആദായ നികുതിയും ഉദ്യോഗസ്ഥരുടെ എണ്ണവും തന്നിട്ടുണ്ട്. ആദായ നികുതിയുടെ മധ്യമം അഥവാ ഇൻകം ടാക്സിന്റെ മീഡിയനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ ആ രണ്ടാമത്തെ നമ്മൾ ആൻസറിൽ എഴുതുന്ന കോളം ഞാൻ വരയ്ക്കുന്നില്ല. 2000 കുറവ്, ലെസ് ദാൻ 2000, ലെസ് ദാൻ 3000 അങ്ങനെയുള്ള കോളം ഞാൻ വരയ്ക്കുന്നില്ല. ഇവിടെ ഇതെല്ലാം ആഡ് ചെയ്ത് ഞാൻ സൈഡിൽ എഴുതാം. അതായത് ആദ്യത്തേതിൽ 8 വരും, പിന്നെ 18, 33, ഇപ്പൊ ടോട്ടൽ 92 കിട്ടി അല്ലെ. ആ 92 ഈവൻ ആണെന്ന് നമുക്കറിയാം. n = 92 ഈവൻ ആയതുകൊണ്ട് n/2 എടുക്കുക. 92ന്റെ പകുതി 46 വന്നു. അപ്പൊ 46ാമത്തതും 47ാമത്തതും നോക്കണം. നമുക്കറിയാം ഇവിടെ എന്ന് പറഞ്ഞാൽ 1 മുതൽ 8 വരെ, ഇവിടെ 9 തൊട്ട് 18 വരെ, ഇവിടെ 19 തൊട്ട് 33 വരെ, ഇവിടെ 34 തൊട്ട് 53 വരെ. അപ്പൊ അതിനകത്താണല്ലോ ഈ ഒരു 46, 47 വരുന്നത്. അപ്പൊ ഈ ഒരു ക്ലാസ് മാത്രം നമ്മൾ എടുത്താൽ മതി. 2 ക്ലാസ്സിലായിട്ടല്ല കിടക്കുന്നത്. അപ്പൊ ഇങ്ങനെ എടുത്താൽ മതി. ഇതിനകത്ത് 4000 മുതൽ 5000 വരെ 20 തുല്യ ഭാഗങ്ങളാക്കി മുറിക്കണം അല്ലെ. അതില് 46ാമത്തെ 47ാമത്തേന്റെയും വാല്യൂ കണ്ടുപിടിച്ച് അതിന്റെ പകുതി കണ്ടുപിടിച്ചാൽ മതിയല്ലോ. അപ്പൊ മീഡിയം ഇൻകം ടാക്സ് എന്ന് പറയുന്ന 46ന്റെ വാല്യൂ 47ന്റെ വാല്യൂ കണ്ട് പകുതി കാണുക. അപ്പൊ ഇവിടെ നമുക്ക് നിരത്തി എഴുതി വേണമെങ്കിൽ കാണാം. അല്ലെങ്കിൽ ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി ആക്കിയിട്ട് നമുക്ക് കാണാം. ഇവിടെ 4000 മുതൽ 5000 വരെ 20 ഡിവിഷൻസ് ആണ് ഉണ്ടാക്കേണ്ടത്. അപ്പൊ നമ്മളതൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ 4000, 4050, 4100 അങ്ങനെ വരും അല്ലെ. 4000, 4050. അപ്പൊ ഇത് ഒരു ക്ലാസ് ആയി. പിന്നെ 4100 ഇങ്ങനെയാണല്ലോ നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത്. അങ്ങനെ 20 എണ്ണം നിരത്തി എഴുതുന്നതിന് പകരം നമ്മൾക്ക് ഇതിന്റെ രണ്ടിന്റെയും കൂടെ നടുക്കത്തെ വാല്യൂ എടുത്ത് സീക്വൻസ് എഴുതിയാൽ മതി അല്ലെ. അപ്പൊ സീക്വൻസ് എഴുതുമ്പോൾ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എഴുതുമ്പോൾ അതിന്റെ നടുക്കത്തെ വാല്യൂ 4025, 4075, 4125 അങ്ങനെ വരും. ഇനി ഇവിടെ എത്രാമത്തതാണ് ഈ 46, 47 ആയിട്ട് വരുന്നത് നമുക്ക് നോക്കണം. അത് വേണമെങ്കിൽ നമുക്ക് എണ്ണി നോക്കി കണ്ടുപിടിക്കാം. കാരണം 34 ആണല്ലോ തുടങ്ങുന്നത്. 34 മുതൽ 53 വരെയാണ് ഉള്ളത്. അപ്പോൾ 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46. അതായത് 13ാമത്തതും 14ാമത്തതും ടേമാണ് നമുക്ക് വേണ്ടത്. 13ാമത്തതും 14ാമത്തതും ടേംസ് ആണ് ഈ 46ാമത്തെ നമ്പറായിട്ട് 47ാമത്തെ നമ്പറായിട്ടും ഈ സീക്വൻസിൽ നിന്ന് വരുന്നത്. അപ്പോൾ നമുക്ക് 13ാമത്തെ ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ഒന്നാമത്തെ ടേമിന്റെ കൂടെ 12D കാണും. ഡി എത്രയാണ്? പൊതുവ്യത്യാസം 25, 75. അപ്പൊ 50 അല്ലേ പൊതുവ്യത്യാസം. അപ്പൊ 50. അപ്പൊ 4025ന്റെ കൂടെ
600 കൂട്ടുക. അപ്പം എത്ര വന്ന് 4625. ഇത് 13ാമത്തെ ടേം, അതായത് 46ന് പകരം നമ്മൾ എഴുതുന്നത് 4625. ഇനി നമുക്ക് 47th ടേമും കൂടെ കാണണമല്ലോ, അതായത് 14ാമത്തെ ടേം. ഇവിടെ പൊതുവ്യത്യാസം നമുക്കറിയാം എത്രയാണ്, 50ആണ്. അത് കൂട്ടിയാൽ പോരെ. അപ്പോൾ 14ാമത്തെ ടേമായിട്ട് എത്ര വരും, 4675 വരും. അപ്പോൾ ഇവിടെ 46ാമത്തെ ഇത് ഉദ്യോഗസ്ഥരുടെ ടാക്സ് എത്രയാണ് വരുന്നത്, 4625 പ്ലസ് 47ാമത്തെ ഉദ്യോഗസ്ഥരുടെ എംപ്ലോയിയുടെ ഇൻകം ടാക്സ് വരുന്നത് 4675. കാരണം പൊതുവ്യത്യാസം 50ആണ് ബൈ 2. അപ്പം ഇത് തമ്മിൽ ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പം 4650 രൂപ എന്ന് നമുക്ക് ഉത്തരം കിട്ടി. അപ്പം എല്ലാ ചോദ്യങ്ങളും എഴുതി പഠിക്കുക.